Let's dive into the fascinating world of physics with Dr. Seena G. Good morning all. Welcome to lectures by Dr. S.G. In today's class, we are going to discuss about what is acceleration of an object. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ വെലോസിറ്റി എന്താണെന്ന് പഠിച്ചായിരുന്നു. അതായത് if I am changing the speed of an object in a particular direction, we said that the object have a change in velocity എന്ന് നമ്മൾ പറയും. അതായത് ഞാനിപ്പോൾ ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ആ വണ്ടിയുടെ സ്പീഡ് കൂട്ടുവാണ്, സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെ സ്പീഡ് കൂട്ടുവാണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് എന്ന് പറയും. ആൻഡ് ദാറ്റ് change in velocity at a given interval of time is called acceleration. So acceleration definition എന്താന്ന് നോക്കാം. It is a rate of change of velocity of an object with respect to time. So acceleration equation നമ്മൾ എങ്ങനെ എഴുതും? Change in velocity by time taken. അപ്പോൾ നമുക്കറിയാം velocity is a vector quantity. So acceleration is also a vector quantity. Acceleration ഒരു vector quantity ആയിരിക്കും. Then ഇതിന്റെ യൂണിറ്റ് വരുന്നത് നമുക്കറിയാം വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ സെക്കൻഡ് റൈസ് ടു -1 ആയിരുന്നു. അപ്പൊ അതിന്റെ കൂടെ വീണ്ടും ഒരു ടൈം കൊണ്ട് ഡിവിഷനാണ് വരുന്നത്. സോ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സെക്കൻഡ് റൈസ് ടു -2, ഡയമെൻഷൻ വരുമ്പം L(t)(-2) എന്ന് വരും. അപ്പൊ ഇവിടെ ഇഫ് യു വാണ്ട് ടു പ്രിപ്പയർ നോട്ട്സ് ഫോർ ദിസ് ടോപ്പിക്, നിങ്ങൾ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റും. കാരണം ഓൾറെഡി ബോർഡിൽ ഞാൻ ഡെഫിനിഷൻസ് എല്ലാം എഴുതിയാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് ഇത് നോക്കി വേണമെങ്കിലും നിങ്ങളുടെ നോട്ടുകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ദിസ് ഇസ് ആക്സിലറേഷൻ. ആൻഡ് ദെൻ വാട്ട് ഈസ് യൂണിഫോം ആക്സിലറേഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം സ്പീഡ്, അതുപോലെ തന്നെ യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്. സോ ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്ട് ചേഞ്ചസ് എന്നുണ്ട് കേട്ടോ. The velocity of an object changes in equal amounts in equal intervals of time. Then the object said to be in uniform acceleration, moving in uniform acceleration. അതായത് ഞാൻ എൻ്റെ വണ്ടിയുടെ സ്പീഡ് കൂട്ടുന്നത് ഒരേപോലെയാണ്. അതായത് ഒരു 5 മിനിറ്റ് ഇന്റർവെല്ലിൽ ഞാൻ 5 മീറ്റർ പെർ സെക്കൻഡ് ആ ചേഞ്ച് വരുന്നത് ഈക്വൽ എമൗണ്ട് ആയിട്ടാണ് ആ ചേഞ്ച് വരുന്നതെങ്കിൽ ദാറ്റ് മോഷൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും. ഇനി എന്തായിരിക്കും വേരിയബിൾ ആക്സിലറേഷൻ? അതായത് ഇഫ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് അൺഈക്വൽ ഓർ വേരിയിങ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ടൈം ഇന്റർവൽ ഈക്വൽ ആണ്, അവിടെ വെലോസിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ വേരിയബിൾ ആക്സിലറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് ആവറേജ് ആക്സിലറേഷൻ. It is a ratio of total change of velocity to the total time taken. അതായത് ഫോർ എക്സാമ്പിൾ T1 എന്ന സമയത്ത് നമ്മുടെ വെഹിക്കിളിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആന്നിരിക്കട്ടെ. ദെൻ T2 എന്ന സമയത്ത് വെലോസിറ്റി V1 ആണെങ്കിൽ then average acceleration can be written like V2 minus V1 divided by T2 minus T1. Change in velocity divided by the time taken. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ വി എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവെൽ ഡെൽറ്റ ടി എന്ന് എഴുതാം. സോ ഇതാണ് ആവറേജ് ആക്സിലറേഷന്റെ എന്താ പറയാ ഇക്വേഷൻ. ഓക്കെ, ഇതുപോലെ നമ്മൾ ആവറേജ് വെലോസിറ്റി എഴുതിയായിരുന്നു. അത് എഴുതിയപ്പോൾ നമ്മൾ എങ്ങനെയാണ് x2 minus x1 divided by t2 minus t1 എന്നാണ് എഴുതിയത്. ഇതെല്ലാം ലിങ്ക്ഡ് ആണ് കേട്ടോ. And then what is instantaneous acceleration? Acceleration at the instant of time is called the instantaneous acceleration. So അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെക്ടർ A is equal to acceleration എല്ലാം വെക്ടർ ആണ് കേട്ടോ. സോ A വെക്ടർ എപ്പോഴും കൊടുക്കണം. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0. ടൈം ഇന്റർവെൽ നമ്മൾ കുറച്ച് കൊണ്ടുവരുവാണ്. അറ്റ് ദ ഇൻസ്റ്റന്റ് ആക്കണ്ടേ, സോ ഇന്റർവെൽ കുറച്ച് കൊണ്ടുവരുവാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? dv/dt എന്ന് എഴുതാൻ പറ്റും. സോ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? dx/dt ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഈ ആക്സിലറേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ d/dt ഓഫ് വിക്ക് വരെ ഇത് കൊടുക്കാമല്ലോ, dx/dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ വാട്ട് വി ഗെറ്റ് ഇസ് d²x/dt² എന്ന് പറയും. ഡിഫറൻഷ്യല് ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. സോ A is equal to d²x/dt². അതായത് acceleration is the first order derivative of velocity and second order derivative of position.
ടൈം ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ. ഇത് ഓർത്തിരിക്കണം കേട്ടോ. A is equal to dv by dt or A is equal to d square x by dt square. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുമേ. ആൻഡ് ദെൻ ആക്സലറേഷൻ എന്ന് പറയുന്നത് മെയിൻലി 2 ടൈപ്സ് ഉണ്ട്, പോസിറ്റീവ് ആക്സലറേഷൻ ആൻഡ് നെഗറ്റീവ് ആക്സലറേഷൻ. പോസിറ്റീവ് ആക്സലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബസ് നിർത്തിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് സ്പീഡ് പതുക്കെ 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 കൂടി വരികയാണ്. സോ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആക്സലറേഷൻ ആയിരിക്കും. ഇനി മൂവ് ചെയ്യുന്ന ഒരു ബസ് നിർത്താൻ പോവുകയാണെങ്കിൽ ദെൻ ദ വെലോസിറ്റി ഈസ് ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്നത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. സോ ഈ നെഗറ്റീവ് ആക്സിലറേഷനെ വേറൊരു പേരൂടെ ഉണ്ട്, ഡീസലറേഷൻ എന്ന് പറയും. ഡീസലറേഷൻ ഓർ നമുക്കിതിനെ റിട്ടാർഡേഷൻ എന്നും എഴുതാം. റിട്ടാർഡേഷൻ എന്ന് വേണമെങ്കിലും എഴുതാം, നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പൊ നമ്മളെ ഗ്രാഫ് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴേ നമ്മുടെ പോസിറ്റീവ് ആക്സിലറേഷൻ വേണമെങ്കിൽ ഞാൻ ടൈം എക്സ് ആക്സിസിലും വെലോസിറ്റി വൈ ആക്സിസിലും എടുത്തിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. സോ ഇതൊരു പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്, നമുക്ക് ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതേസമയം നമ്മളൊരു ഗ്രാഫ് എടുത്തിട്ട് ടൈമും വെലോസിറ്റിയുടെ ഗ്രാഫ് എടുത്തിട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഗ്രാഫ് ആണെങ്കിൽ അവിടെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണ്, അപ്പോൾ അത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. സോ നമുക്ക് ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ആക്സിലറേഷൻ ഓർ നെഗറ്റീവ് ആക്സിലറേഷൻ. സോ ഈ മൊഡ്യൂളില് എന്താ പറയാ ചാപ്റ്ററിലെ ഗ്രാഫ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എന്താ ചോദിച്ചാലേ, ഫിസിക്സ് ഒരിക്കലും കാണാൻ പഠിക്കുന്ന സബ്ജക്റ്റ് അല്ല. നമ്മൾ പഠിച്ച ഈ ആക്സിലറേഷൻ, വെലോസിറ്റി ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ പ്രോബ്ലം ചെയ്താലേ പറ്റത്തുള്ളൂ. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എന്റെ കൂടെ തന്നെ ഞാൻ വായിക്കാം, നിങ്ങൾ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ദ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് എ പാർട്ടിക്കിൾ വേരീസ് വിത്ത് ടൈം ടി ആസ് എക്സ് ഇസ് ഈക്വൽ ടു 4t square minus 15t plus 25. Find the position, velocity and acceleration at time t is equal to 0. B. When will the velocity of the particle become 0? C. Check whether the object is in uniform acceleration. Okay. So ഇത്രയും കാര്യമാണ്. പ്രോബ്ലംസ് ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാവും, സ്വാഭാവികം. സോ ആ മടി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്ത് കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. സോ നമുക്കിപ്പോ പൊസിഷൻ തന്നിട്ടുണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു 4t square minus 15t plus 25. നമ്മളൊരു സാധനം എടുത്തെഴുതുമ്പോൾ ഒരിക്കലും തെറ്റരുത് കേട്ടോ. തെറ്റി കഴിഞ്ഞാല് പിന്നെ കംപ്ലീറ്റ് പ്രോബ്ലം തെറ്റിപ്പോവും. സോ നമുക്കത് എടുത്തെഴുതാം. 4t square x is equal to 4t square minus 15t plus 25. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ പൊസിഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ടൈം t is equal to 0. t is equal to 0 പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ കാണണം. സോ പൊസിഷൻ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. നമുക്ക് വെലോസിറ്റി കാണാം. v is equal to dx divided by dt ആണ്. അതായത് നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പോകണം. സോ ഡിഫറൻഷിയേഷന്റെ സ്റ്റെപ്പുകൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് പറയാം. ഒരു വട്ടം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. സോ d by dt ഓഫ് ഇതിനെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 4t square minus 15t plus 25. ഇത് സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. d by dt ഓഫ് 4t square plus d by dt ഓഫ് minus 15t plus d by dt ഓഫ് 25. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഡിഫറൻഷ്യൽ ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഇപ്പൊ ഇവിടെ 25 അല്ലേ തന്നേക്കുന്നത്. സോ ഈ ക്വാണ്ടിറ്റി ക്യാൻസൽ ആയിപ്പോവും, 0 ആയിപ്പോവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യേണ്ടുന്നത് ഇവിടുത്തെ കോൺസ്റ്റന്റിനെ ഒക്കെ നമുക്ക് പുറത്തെടുക്കാം. 4d by dt ഓഫ് t square minus 15d by dt ഓഫ് t എന്ന് വരും. d by dt ഓഫ് t raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കട്ടോ ഈ ഇക്വേഷൻ. n t raised to n minus 1 ആണ്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇത് നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് കാണാതെ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മളുടെ കേസിൽ നമുക്ക് വന്നേക്കുന്നത് എന്നിന്റെ സ്ഥാനത്ത് ടി സ്ക്വയർ ആണ്. ഫസ്റ്റ് ടേം മാത്രം എടുക്കുക ഞാൻ കേട്ടോ. സോ d by dt ഓഫ് ടി സ്ക്വയർ ഈസ് എന്നിന്റെ സ്ഥാനത്ത് 2, ബാക്കി t 2 minus 1 എന്ത് വരും? 1 വരും.
സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 into 2t. So 4 into 2 is 8. 8t minus dt by dt 1 ആണ്. So 15. ഇതാണ് നമുക്ക് കിട്ടിയ v എന്ന് പറയുന്ന വെലോസിറ്റി. സോ നമുക്ക് ഈ വെലോസിറ്റിനെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതൊക്കെ എഴുതിയെടുത്തല്ലേ അല്ലേ? ഇനി ഞാനിത് റബ്ബ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഈ വെലോസിറ്റി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ വെലോസിറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാണ് കേട്ടോ. ഓക്കെ, വെലോസിറ്റി എവിടെ ഇരിക്കട്ടെ, നമുക്ക് അതിന് ആവശ്യമാണ്. ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത് എന്താ? ആക്സിലറേഷൻ. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി എനിക്ക് കാണേണ്ടത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു dv by dt ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഈ d by dt ഓഫ് v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8t minus 15. നേരത്തെ പോലെ തന്നെ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുക. 15 അങ്ങ് ക്യാൻസൽ ആയിപ്പോവും, 0 ആയിപ്പോവും. പകരം 8t വരും. 8നെ പുറത്തെടുക്കുക. അപ്പൊ നമുക്ക് 8നെ പുറത്ത് dt by dt വരും. അത് 1 ആണല്ലോ. സോ ദ ആൻസർ ഇസ് a is equal to എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ പൊസിഷന്റെയും വെലോസിറ്റിയുടെയും ആക്സിലറേഷന്റെയും ഇക്വേഷൻ. ഇനി നമ്മളോട് അവർ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് പൊസിഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് എ ടൈം t is equal to 0 കാണാനാണ്. സോ t is equal to 0 കാണാൻ നമുക്കിവിടെ ആദ്യം t is equal to 0 എക്സില് t എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ 0 ഇട്ട് കൊടുക്കുക. സോ ദ ആൻസർ ഇസ് 25 മീറ്റർ. കിട്ടിയില്ലേ? എളുപ്പല്ലേ? അതുപോലെ v0 എന്ത് വരും? -15 മീറ്റർ. കണ്ടോ, t 0 ആയിപ്പോയി. -15 മൈനസ് വരുന്നത് മാഗ്നിറ്റ്യൂഡിനല്ല, ഡയറക്ഷൻ കാണിക്കാനാണ് മൈനസ് വരുന്നത്. മീറ്റർ അല്ല, മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ആൻഡ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 8 തന്നെയാണ്. അവിടെ ടിയുടെ വാല്യൂ ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വെൻ വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ബിക്കം 0? വെലോസിറ്റി എപ്പോഴാണ് 0 ആവുന്നത്? അപ്പൊ ഇത് എഴുതിയെടുത്തല്ലോ അല്ലെ? ഇനി നമുക്ക് വെലോസിറ്റി 0 ആവുന്ന എപ്പോഴാന്ന് നോക്കാം. സോ വെലോസിറ്റി 0 ആവുന്ന ടൈം കാണാനാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു പുട്ട് കഴിക്കാം. ഓക്കെ, പുട്ട് v is equal to 0. That is 8t minus 15 is equal to 0. That is 8t is equal to 15, or t is equal to 15 divided by 8. The answer is 1.8 second എന്ന് വരും. കണ്ട, അപ്പൊ നമുക്ക് 1.8 സെക്കൻഡ്. അപ്പൊ നമുക്ക് v0 ആകുന്ന ടൈം കിട്ടി അല്ലേ? എളുപ്പല്ലേ ചെയ്യാൻ? ഇനി ഒരു പാർട്ട് കൂടെ ഉള്ളു കേട്ടോ. എന്താണ്? ചെക്ക് വെദർ ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കിക്കേ, ആക്സിലറേഷന്റെ അവിടെ ടൈമിന്റെ എന്തെങ്കിലും കമ്പോണന്റ് ഉണ്ടോ? ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. സോ ആക്സിലറേഷൻ എപ്പോഴും 8 ആണ്. 8 മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ആണ്. 8 കേട്ടോ. 8 മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ആണ്. സോ അങ്ങനെ നമ്മൾ കണ്ട ആക്സിലറേഷൻ ചേഞ്ച് ഒന്നുമില്ല. സോ ദിസ് ഈസ് ഇൻ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. എളുപ്പല്ലേ പ്രോബ്ലം? ഒന്നുമില്ല, ക്വസ്റ്റ്യൻ തന്നെ അതുപോലെ എടുത്തെഴുതി ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ഈ ഇത് പണം പഠിച്ചേക്കണം. ഇത് സയന്റിസ്റ്റ്മാർ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഇക്വേഷനാണ്. നമുക്കൊന്ന് കാണാൻ പഠിക്കേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ. സോ ഇത് കാണാൻ പഠിച്ച് വെക്കാം. ഓക്കെ അല്ലേ? സോ വിത്ത് ദിസ് ലെക്ചർ we learn about what is acceleration, what is uniform acceleration, variable acceleration, then average acceleration, instantaneous acceleration, then unit of acceleration, dimension of acceleration, then positive acceleration, negative acceleration. Negative acceleration is also called retardation or deceleration. Then we have done one problem related to the topic. Hope you all understood my class. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.